നമ്മളെ ജോക്കറായ ട്രംപിന്റെ പുതിയ പ്രസ്താവന അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്താ അറിയോ? നമ്മൾ ട്രംപ് നെഹന്യാവിന്റെ ജ്യേഷ്ഠൻ തട്ടിപ്പോയി എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇറാന്റെ മിസൈൽ ആക്രമണത്തിലാണ് തട്ടിപ്പോയത്. ആടെ ബോംബ് വീണ് തട്ടിപ്പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. ആളെ ഏതാണ് ഭൂമിത്തില്ല, ആള് ക്ലോസായിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തേക്ക് പോവുക എന്നാൽ അവിടേക്ക് മിസൈൽ വരുന്നില്ല, ഇസ്രായേലിലേക്ക് മിസൈൽ വരുന്നില്ല, പൊട്ടില്ല എന്നൊക്കെ പറയാം. അവിടെ പടകം പൊട്ടിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടൊക്കെയുണ്ട്. അതിപ്പോൾ ഇവിടെ സംഘടന പറയുന്നത് അറിയോ? ആടെ ഇസ്രായേലിലെ ആൾക്കാർ വന്ന് ഗുണ്ടിന്റെ പടകം പൊട്ടിക്കുക ഇടാള, അതാണ് സംഭവിക്കുന്നത്. അതല്ലാതെ വേറെ ആടെ ഇറാന്റെ മിസൈലൊന്നും അവിടേക്ക് പോകുന്നില്ല. പക്ഷെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പടകം പൊട്ടിച്ചും കാണും. തീർന്നു പോയൊരവസ്ഥയൊക്കെ കാര്യങ്ങൾ മനസ്സിലാണ്ടല്ലേ. ഏതായാലും സത്യം പറയുകയാണെന്ന് അറിയോ, ഇസ്രായേൽ നഗരത്തിലുണ്ടല്ലോ, ഇസ്രായേൽ നഗരം ഒരുവിധ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് ബംഗളൂരു തേങ്ങാപ്പിണ്ടാക്കില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിശക്തമായ ഇസ്രായേലിന്റെ അക്രമം തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള അക്രമം, ഇറാന്റെ അക്രമം തുറന്നുകൊണ്ട് നിൽക്കാനുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ട്രംപ് വന്ന് പറഞ്ഞെന്നറിയോ, ഞങ്ങൾ യുദ്ധം പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇറാന്റെ സൈന്യത്തെ മൊത്തം ഇല്ലാതാക്കി, ഇറാന്റെ ആയുധങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി, ഇറാന്റെ ആൾക്കാരൊക്കെ കൊന്നു, എല്ലാവരും ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ടതെന്ന് അറിയോ, ഇറാൻ കീഴടങ്ങണം എന്നാൽ എന്തെങ്കിലും കളിച്ചിട്ടെന്ന് അറിയോ, ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള കളിയാണ് അടയാൻ കളിക്കുന്നത്. പക്ഷെ ഇറാന്റെ ഭാഗത്ത് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, യുദ്ധം എപ്പോൾ അവസാനിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. 8ലെ പണി എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും 8ലെ പണി കിട്ടിയിട്ട് ഇറാനെ സംബന്ധിച്ചോളം കുറച്ച് ആൾക്കാരെ, കുറച്ച് പാവപ്പെട്ട കുട്ടികൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ പെട്രോളിയം ബാക്കി സ്ഥലത്തേക്ക് ഒരു മിസൈൽ അടിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ 10 ഇരട്ടി നാശനഷ്ടങ്ങൾ, അതിന്റെ ഇറാൻ സംഭവിച്ചേക്കാൾ 10 ഇരട്ടി നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് മിസൈലും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ് പറയുന്നത്. ഇറാന്റെ മണ്ണിൽ മുട്ടും മടുക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പൊ റഷ്യ ഇടപെട്ടിട്ടുണ്ട്, ചൈന ഇടപെട്ടിട്ടുണ്ട്. അല്ലെ നമ്മുടെ കിംബ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു മുത്തുമണിയാണ് ആ സാധനം. ആ സാധനം കണ്ടതിന് ഉമ്മ വെക്കാൻ തോന്നും. അമ്മായി സാധനമാണ്. ആ വരവ് കണ്ടാൽ തന്നെ പോരാ. അയാളാ പറഞ്ഞെന്താ അറിയോ, അയാളോട് മുട്ടി വെക്കാൻ ധൈര്യം കൊടുക്കാനുണ്ടോ? ഇറാൻ ഇപ്പം രണ്ടിട്ടോ. പക്ഷെ ഓരോ കാലോട് ഇപ്പം എന്താ പറയുക, ലോക രാജ്യങ്ങൾ റഷ്യ എല്ലാ ടീമും പറയുന്ന വർത്താനം. ഇപ്പൊ ഇറാന്റെ പുതിയ ഭരണാധികാരം ഉണ്ടല്ലോ, ഗമേലയുടെ മോന്, അവനങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യ, ചൈന, കിമ്മും കൊടുക്കുന്നത്, ഉത്തര കൊറിയയും കൊടുക്കുന്നത്. ആ രീതിയിൽ ഇപ്പം എന്താ പറയുക, ഓരോ ടീമിനെ തകർക്കാൻ കഴിയില്ല. കാരണം ശക്തമായ തിരിച്ചടിയാണ്. ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചിട്ടില്ല, ലോക രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അത്രയും വലിയ ശക്തിയോട് കളിക്കുക. ഇപ്പം ലോകത്തിന് മനസ്സിലായ കാര്യം എന്താ അറിയോ, അമേരിക്കനെയും ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ വെറും പേരുകൊണ്ട് മാത്രം. പണ്ടൊക്കെ എന്തൊക്കെ ഉപ്പുനാപ്പുവാക്ക് ആനുണ്ട് എന്ന് പറഞ്ഞ മാതിരി പണ്ടെന്തോ ആയനായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു തേങ്ങയല്ല എന്നുള്ളതും ഇറാന്റെ മുമ്പ് തോറ്റ് പിന്മാറുന്നതും. ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇപ്പം ഇറാൻ പ്രസ്താവന ഇറക്കി എന്താണെന്നറിയോ, അമേരിക്കയോട് യുദ്ധം നിർത്താൻ പോകാൻ പറയും. ഞങ്ങൾ പറയുമ്പോൾ കേൾക്കി, ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കി, എന്നാൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കുക എന്ന രൂപത്തിലായി നേരിട്ട് ഇസ്രായേലായിട്ടും ട്രംപായിട്ടും ഒരു ചർച്ചയില്ല. ചൈനയും അതുപോലെ തന്നെ റഷ്യയും പറയുകയാണ്. അങ്ങനെ പറയുന്നത് ഓരോ യുദ്ധം അവസാനിച്ച് പോട്ടെ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് യുദ്ധം നിർത്തുന്നതിനെ പറ്റിയ ഒന്ന് ആലോചിക്കാനാണ് പറഞ്ഞത്. ആ രൂപത്തിലൊരു സംസാരമാണ് ഇറാന്റെ ഭാഗത്തുള്ളത്. ഇറാൻ വമ്പം ലോകം വിചാരിച്ചിട്ടില്ല, ലോക രാജ്യങ്ങൾ വിചാരിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചെന്നറിയാം, ഇറാനെ സംബന്ധിച്ച് ഇറാൻ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറാൻ ഓരോ നിമിഷവും ഓരോരോ മിനിറ്റിലും ഇസ്രായേലിലേക്കും ഈ പറയുന്ന അമേരിക്കൻ സൈനിക നേരേക്കും അക്രമം അയച്ചു കൊണ്ടേ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ ന്യൂസ് എന്താ അറിയോ, ഏതാണ്ട് 900 ആൾക്കാർ അമേരിക്കൻ പട്ടാൾക്കാരെ പിടികൂടിയെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യമാട്ടോ, 900 അല്ല കേട്ടോ, അത് കുറച്ചുകൂടി കൂടും. 2000-ന് മുകളിൽ ആൾക്കാരായിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒക്കെ ഇറാന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. ഓ മേജർ അടവ് നല്ല 5 നേരം ഫുഡാണ് ഇറാനെ 5 നേരം ഫുഡ്. രാവിലെ നാസ്ത ഉണ്ടാവും, ഉച്ചക്ക് 10 മണിക്ക് ബൂസ്റ്റ് ഉണ്ടാവും, ഉച്ചക്ക് മന്തി ഉണ്ടാവും, പിന്നെ ചിക്കൻ പൊരിച്ചുണ്ടാവും, പിന്നെ വൈകുന്നേരം ബൂസ്റ്റ് ഉണ്ടാവും, കോഴിമുട്ട ഉണ്ടാവും, രാത്രി നല്ല അടിപൊളി ലഞ്ച് ഉണ്ടാവും, പിന്നെ അവർക്ക് മദ്യമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇറാൻ സ്ഥലത്ത്. ആയാലും കൊടുത്താൽ കൊല്ലതും കിട്ടും. പണ്ടതാ പറയുന്നത്, കൊടുത്താൽ കൊല്ലതും കിട്ടും. അതുപോലെ നമ്മൾ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ആക്കി എന്തറിയോ ഒന്ന് കഴിച്ചിലാണ് അമേരിക്കയ്ക്ക്. ഇത് പെട്ട രീതിയിൽ എന്തറിയോ മനസ്സിലാക്കാൻ അറിയോ, ഒരു തുള്ളി എണ്ണ പോലും അവിടെ നിന്നറിയോ ആ കടൽ വൈറ്റ് പോകുന്നില്ല മനസ്സിലാക്കണം. എല്ലാവിധ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്.
ഏത് രൂപത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അതൊക്കെ എന്താ അറിയോ കാര്യങ്ങൾ പറയാനുള്ള കാര്യം അറിയോ ശരിക്കും പെട്ടിക്ക് ഇസ്രായേൽ നശിച്ചിക്ക് ട്രംപിനെ സാമ്പത്തികമായിട്ട് എന്താ അറിയോ ഫുൾ എല്ലാം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എന്താ പറയുക എല്ലാവിധ സാങ്കേതിക വിദ്യ നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.